ഹായ് ഹലോ നമസ്തേ. കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. സാധാരണ നമ്മുടെ വീഡിയോസ് സിനിമ അല്ലെങ്കിൽ വേറെ ആണെങ്കിൽ എന്താണ് യൂട്യൂബിനെ പറ്റിയുള്ള ചർച്ചകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എന്താണ് സ്ട്രേഞ്ചർ തിങ്സ് എന്ന വെബ് സീരീസ് ആയിട്ടാണ്. വെബ് സീരീസിന്റെ നമ്മുടെ അപ്ഡേറ്റും നമ്മുടെ ഒരു ഒപ്പീനിയൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് ആദ്യം ഈ സീരീസ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ് ഈ സീരീസിനെ പറ്റിയുള്ളത്? ഞാൻ ലോക്ക്ഡൌൺ സമയത്തൊക്കെയാണ് മറ്റേ ഇരുന്ന് കണ്ടത്. പിന്നീട് നാലാമത്തെ എപ്പിസോഡ് അല്ല നാലാമത്തെ സീരീസ് ഇറങ്ങിയപ്പോൾ കോളേജിലായിരുന്നു. 2 വർഷം ഞാൻ മുമ്പത്തേക്ക് ഏകദേശം മറന്ന്. ഇനിയിപ്പം അടുത്തിറങ്ങുമ്പോൾ ഒന്നും കൂടെ കാണണം ബാക്കിലുള്ളത്. ജസ്റ്റ് ഒന്ന് കാര്യം എന്താണെന്ന് ഓർത്തെടുത്തിട്ട് കണ്ടാൽ കുറച്ചും കൂടി രസമായിരിക്കും തോന്നുന്നു. ഞാൻ ലോക്ക്ഡൌണിലാണ് കണ്ടു തുടങ്ങിയത്. ഞാൻ അങ്ങനെ വെബ് സീരീസ് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, നീ കണ്ടു തുടങ്ങണമെങ്കിൽ സ്ട്രേഞ്ചർ തിങ്സ് ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇത് തീർന്നപ്പോ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടർ അങ്ങ് ഇൻവോൾവ് ആയി. പ്രത്യേകിച്ച് അവരെല്ലാം പ്രായം നമ്മുടെയൊക്കെ ഒരു ഏജ് ആയിട്ട് സിമിലർ ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ അവസാനത്തെ ചെറുതായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവരുടെ ഒരു കെമിസ്ട്രി അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അതുകൊണ്ട് എനിക്കത് ഇപ്പോഴും പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതിനനുസരിച്ച് കഥയും മാറ്റങ്ങൾ സംഭവിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഒന്ന് വില്ലിനെ പറ്റി പറയണം. വില്ലിന്നാണ് സ്റ്റോറി എല്ലാം തുടങ്ങിയത്. പിന്നെ 11 പക്ഷെ എന്ന് പറഞ്ഞാൽ സ്റ്റോറിയുടെ ഒരു ഇത് തുടങ്ങുന്നത് വില്ലിന്നാണ് മിക്കവാറായിരിക്കും. അങ്ങനത്തെ ഒരു അപ്ഡേറ്റും ഗ്ലിംസ് ആണ് വന്നത്. ഇവരുടെ ആ ഒരു ജാനർ ഉണ്ടല്ലോ സെലക്ട് ചെയ്തേക്കണം. അതായത് ഈ ഹൊറർ ആണ്, പിന്നെ ഈ വേറെ ഡൈമെൻഷൻ, ആ ഒരു ബ്ലെൻഡിങ് ഉണ്ടല്ലോ, ഒരു പേടിപ്പിക്കുന്ന രീതിക്കുള്ള വേറെ ഡൈമെൻഷൻ. ഇതിന്റെ ഒരു അപ്സൈഡ് ഡൗൺ ഇതിന്റെ ഉള്ളിലോട്ട് ഇതൊന്ന് തിരിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും. പക്ഷെ അവിടെ നമ്മൾ ഇവിടെ കിട്ടുന്ന പോലത്തുള്ള കാര്യങ്ങളല്ല. അവിടെ വരുമ്പോ കുറെ കാര്യങ്ങൾ പക്ഷെ വേറൊരു ഡയമെൻഷൻ. ഈ അവരാ ഒരു തീം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പേടിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു വേറെ ഡൈമെൻഷൻ. നമ്മൾ അഥവാ അതിനകത്തോട്ട് ആയി പോണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് വരുമ്പോഴേ നമ്മൾ ഈ ടീനേജ് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ ആ തിക്നെസ്, അതുപോലെ തന്നെ ഈ ചെറിയ രീതിയിലുള്ള റൊമാൻസ് എല്ലാം ഉണ്ട്. എല്ലാം ഇൻവോൾവ് ആയാണ് ഈ സീരീസ് പോണത്. അതുകൊണ്ട് ഭയങ്കര അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ 4ാമത്തെ സീസണിൽ വന്നിട്ടപ്പോ ഇവരൊക്കെ നല്ല രീതിയിൽ വളർന്നു. അപ്പോഴത്തേക്ക് കഥ അതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ ചേഞ്ച് ആയി. വന്ന് എങ്ങനെയല്ല വന്നു. പക്ഷെ നമ്മൾ ആ കണ്ടു തുടങ്ങിയ ഒരു ഇത് എനിക്ക് 4ാം സീസണിൽ നല്ല രീതിയിൽ കുറഞ്ഞു. ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞു. പക്ഷെ 4ാമത്തെ കൊണ്ട് നിർത്തിയേക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഫുള്ള് പൂന്തോട്ടവും നോക്കണ ടൈമില് അടുത്ത എന്ത് വരാൻ പോകുന്നു നമുക്കുള്ള ഒരു ഇതും കൂടെ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മള് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ഹോപ്പറിന്റെ മനുഷ്യൻ. ആ ഒരു ക്യാരക്ടർ നല്ലൊരു കണക്ട്. പിന്നെ ആ ഒരു ക്യാരക്ടർ തുടക്കം പുള്ളിയുടെ കരിയറിലുള്ള എപ്പോഴും പറയും സ്ട്രേഞ്ചർ തിങ്സിന്റെ കാര്യം. ഏത് ഇതിലായാലും സ്ട്രേഞ്ചർ തിങ്സ് അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എപ്പോഴും ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യും. അപ്പോഴ് പുള്ളി അതിന് ഇട്ടേക്കണ ഒരു എഫേർട്ട്. ഇപ്പം പ്രത്യേകിച്ച് 4ാമത്തെ സീസണിലൊക്കെ ആകുമ്പോഴത്തേക്കും മറ്റേ അവിടെ ഇതായിട്ട് പോകുമല്ലോ, അവര് പിടിച്ചു വെച്ചേക്കും റഷ്യയില്. അപ്പൊ മറ്റേ ഇങ്ങനെ മറ്റേ ഉണങ്ങി അവിടത്തെ പീഡനമൊക്കെ അനുഭവിച്ച് ഉണങ്ങി ആ ഒരു ക്യാരക്ടറൊക്കെ ആണ്. അപ്പൊ അത്രയും എഫേർട്ട് ഇട്ട് എടുത്ത ഒരു ക്യാരക്ടറാണ് ഹോപ്പർ. എനിക്ക് എന്റെ പേഴ്സണൽ എനിക്കകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സീൻ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ പേടി അങ്ങനെയൊക്കെ സീൻ എന്ന് വെച്ചാൽ, ഈ മറ്റേ സംഭവം വരുമല്ലോ, എന്റെ പേരെന്തോന്നു അല്ലെന്ന്, മറ്റേ ഏറ്റവും വലിയ സാധനം മറ്റേ ഒക്ടോബസ് പോലെ കുറെ ഇതൊക്കെ ഉള്ള അതിന്റെ പേരൊക്കെ മറന്നുപോയി. അത് തന്നെ എത്ര വർഷമായി, 5 വർഷമായി ഞാൻ കണ്ടിട്ട്. പേര് ഒരുപാട് വർഷമായോണ്ട് എല്ലാം മറന്നു. അതിന്റെ ഡീമോഡോൺസിനൊക്കെ ഓർമ്മയുണ്ട്. അത് തന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, എലികള് 2ാമതാണ് ആകുന്നത്. അതിനു മുമ്പ് ആ രൂപത്തിലുള്ള വേറെ സാധനം ഇല്ലേ, അത് ഈ നമ്മുടെ പ്രസന്റ് സമയത്ത് ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും വീഡിയോ പിന്നീട് കാണുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഷെയ്ഡ് ചെറുതായിട്ട് ഇങ്ങനെ ആ വീഡിയോയിൽ കാണും. അപ്സൈഡ് ഡൗണിലുള്ള ആ ജീവിയുടെ
രൂപം ഇങ്ങനെ കാണുന്ന ഒരു സ്കെച്ച് ആയിട്ട് പോസ് ചെയ്ത് നോക്കുമ്പോൾ കാണാം. എനിക്ക് നല്ലൊരു പേടി തോന്നിയൊരു സാധനമായിരുന്നു. ഓ ഓ ഓ അങ്ങനെ കുറെ ഹിഡൻ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ 4ാമത്തെ സീസണൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ട്രെയിലറൊക്കെ വന്ന സമയം ഉണ്ടായിരുന്നല്ലേ, മറ്റേ ലാബൊക്കെ കാണിച്ചോണ്ട് മറ്റേ ഡോക്ടറിന്റെ ഒക്കെ, അതായത് ഈ 11ന്റെ മറ്റേ ഫാദറായിട്ടൊക്കെ അങ്ങനെ. അപ്പൊ ഇവരെ മറ്റേ അത് കാണിക്കണത് ടൈമൊക്കെ വെച്ച് കാണിച്ച് ക്ലോക്ക് ഒക്കെ എപ്പോഴും കാണിക്കും. അങ്ങനത്തെ കുറെ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് അങ്ങനെ ടൈം റിലേറ്റഡ് പുള്ളിയും എല്ലാ സീസണിലും പുള്ളി ചാവുന്ന കണക്ക് ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടാണ് നിർത്തിയിരിക്കണത്. അപ്പൊ ഈ സീസണിൽ പുള്ളി എന്തായിരുന്നാലും മറ്റേ ആ ലാബിൽ അറ്റാക്ക് ഉണ്ടാവുമ്പോ പുള്ളി പിന്നെ എന്ത് സംഭവിച്ചെന്ന് കാണിക്കണില്ല, ജസ്റ്റ് ഒരു അറ്റാക്ക് ഉണ്ടാവുന്നതാണ് കാണിക്കണത്. മിക്കവാറും ഇതിൽ പുള്ളി വരും എന്നാണ് എന്റെ വിശ്വാസം. ആ ഗ്രാൻഡ് ഫാദർ ക്ലോക്കിന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ ഒരു മറ്റേ പേടിയാണല്ലേ, കൊറേ നേരം നിൽക്കുന്നത്. പിന്നെ വില്ല നല്ല രീതിയിൽ അഴിഞ്ഞാടാനുള്ള സ്പേസ് ഉണ്ടോ? ഉണ്ട്, അതുണ്ട്. കാരണം ഇന്ന് വന്ന അപ്ഡേഷൻ അനുസരിച്ച് ഇത്തിരി കടുപ്പമാണെന്നാണ് തോന്നുന്നത്. അപ്പം അടുത്ത സീസൺ എപ്പോഴാണ് ഇറങ്ങുന്നത്? അടുത്ത സീസൺ നവംബറിൽ ഇതിന്റെ ഫസ്റ്റത്തെ വോളി ഇറങ്ങും, ഡിസംബറിൽ ക്രിസ്മസിന് സെക്കൻഡ് വോളി ഇറങ്ങും, ന്യൂ ഇയർ ഈവിന് തേർഡ് വോളി എന്ന് പറയുമ്പോൾ 3 എപ്പിസോഡ് ഉള്ളത് അങ്ങനെ വോളി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇത് 4ാമത്തെ സീസൺ ഇതുപോലെയൊക്കെ തന്നെ ഇറങ്ങിയത്, പതിയാണ് ലാസ്റ്റ് ഇറങ്ങിയത്. അപ്പൊ നമ്മ കണ്ടറിയാം, എന്തായാലും ട്രെയിലർ വരുമ്പം ഒന്നും കൂടെ അറിയാം കാര്യങ്ങൾ. ഇപ്പൊ വന്ന പ്രൊമോയില് കൂടുതലും കാണിച്ചേക്കണ മുമ്പത്തെ സാധനമാണെങ്കിൽ ലാസ്റ്റത്തെ ഒരു സാധനം ഉണ്ട്, പുതിയ ന്യൂ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് എല്ലാ സീസണിലും പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വരും. വരണമല്ലോ, നല്ല കഥ ഇൻവോൾവ് ആവും. പക്ഷെ സാധനം കൊടുത്തു. 4ാമത്തെ സീസണിൽ പുള്ളിയുടെ ഒരു, അതായത് നമ്പർ 1 ഇല്ലേ, നമ്പർ 11 പുള്ളിയുടെ ബാക്ക് സ്റ്റോറി കാണിച്ചിട്ടുണ്ട്. ചിലപ്പോ അതിൽ നിന്ന് തന്നെ ആയിരിക്കും എല്ലാം ഒരു ആയിരിക്കും അങ്ങനെയുള്ളത്. അപ്പൊ അതൊക്കെയാണ് VFX ചെയ്തേക്കുന്നത് എല്ലാം. അത്രയും പൈസ ഇറക്കിയല്ലേ അവര് ഈ അപ്സൈഡ് ഡൗൺ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായില്ല, ഇപ്പൊ പറയാനല്ല, മറ്റേ മിന്നൽ മുരളി ഇറങ്ങിയ സമയത്ത് നെറ്റ്ഫ്ലിക്സ് അല്ലേ ചെയ്യണത്. അപ്പൊ നെറ്റ്ഫ്ലിക്സ് മിന്നൽ മുരളിയുടെ പ്രൊമോയ്ക്ക് വേണ്ടി ഇതിന്റെ ഒരു റെഫറൻസ് വെച്ച് ഓർമ്മയുണ്ടോ? വേഗന ഇങ്ങനെ മിന്നൽ മുരളി ഇങ്ങനെ മിന്നൽ മുരളിയുടെ പ്രൊമോയ്ക്ക് വേണ്ടിട്ട് ഇത് എല്ലാ നെറ്റ്ഫ്ലിക്സും അല്ലേ, അതുകൊണ്ട് അത്രയും പ്രൊമോഷൻ. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മിന്നൽ മുരളി യൂണിവേഴ്സ് അല്ല, അത് പക്ഷെ അന്ന് മിന്നൽ മുരളിയുടെ പ്രൊമോയ്ക്ക് വേണ്ടിട്ട് മനസ്സിലായി. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ എന്തായാലും മസ്റ്റ് വാച്ച് സീരീസ് ആണ്, കാണാത്തവര് എന്തായാലും മിസ് ചെയ്യും, കാണണം. അപ്പൊ എന്താണ് പിന്നെ അടുത്ത സീസൺ ഒക്കെ ഇറങ്ങിയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ട്രെയിലറൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യണമായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ പുതിയ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.